ചൂടുകാലമാണെന്ന് പറഞ്ഞു. ഇന്ന് ഇവിടെ ഞങ്ങളുടെ ഈ നാട്ടിൽ, എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് ഇന്ന് ഒരു മങ്ങിയ അന്തരീക്ഷമാണ്. ഇടയ്ക്കിങ്ങനെ ചൂടിങ്ങനെ വന്നു. ചൂടിങ്ങനെ വെച്ചാൽ വെയിൽ വന്നെങ്കിലും പിന്നീട് അങ്ങ് വെയിലില്ലാതെ ഇങ്ങനെ മൂടൽ പോലാണ്. ഒരു മഴയുടേതായിട്ടുള്ള ഒരു പ്രകൃതം എന്നൊക്കെ പറയാം. പെയ്താൽ കൊള്ളാം. പക്ഷേ ഉച്ച വരെ ഇപ്പം ഞങ്ങൾ മുകളിലിരിക്കുന്നുണ്ടെന്നറിയില്ല, നല്ലപോലെ ജനലും വാതിലും ഒക്കെ തുറന്നിട്ടുകൊണ്ടാണോ അറിയില്ല, പക്ഷേ ചൂട് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പം ഓർത്തൊരു കാര്യമാണ് ഇത്. നമുക്ക് ചൂടുള്ള കാലാവസ്ഥയിൽ, അല്ല ചൂട് കാലത്ത് നമുക്ക് ദേഷ്യവും കൂടും. എന്തുകൊണ്ടാണ്? ചിന്തിച്ചു നോക്കും. ചൂട് കാലത്ത് നമുക്ക് ദേഷ്യവും കൂടുന്നുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. പുറത്തേക്ക് പോകുന്നവരുടെ കാര്യം പറയാം. പുറത്തേക്ക് പോകുമ്പോൾ വെയിൽ കൊണ്ട് കുടയൊക്കെ കൊണ്ടുപോയാലും വെയിൽ ആ ചൂടിൻ്റെ കാഠിന്യമൊക്കെ കൊണ്ട് നമ്മളാകെ ക്ഷീണിക്കും. ചിലപ്പം വെള്ളം കയ്യിലെടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു തളർച്ച ഉണ്ടാകും, നമുക്ക് ക്ഷീണം തോന്നും. പിന്നെ വിയർപ്പിൻ്റെ ബുദ്ധിമുട്ട്, അങ്ങനെ വല്ലാതെ വലഞ്ഞിട്ടായിരിക്കാം നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കും. ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ഒരു കൊനഷ്ട പിടിച്ച കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം നമ്മൾ പുറത്തേക്ക് പോയതായിരിക്കും, ആ കാര്യം നടന്നില്ല, നടക്കാതെ ആ ഒരു ദേഷ്യത്തിനും വിഷമത്തിലും ആയിരിക്കും വീട്ടിലോട്ട് കയറി വരുന്നത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള കൊനഷ്ട പിടിച്ച കാര്യങ്ങൾ ചോദിക്കാം. അപ്പോഴും നമുക്ക് ദേഷ്യം വരും. ഇതെല്ലാം കൂടെ ചേർന്ന്. അതുപോലെ തന്നെ വീട്ടിലുള്ളിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യം പറയാം. ഇപ്പം വെയിലിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടായിരിക്കാം, വെയിൽ വന്നിട്ടുണ്ട്. അപ്പം വീടിനകത്തെ കാര്യം അറിയാം. ഏറ്റവും കൂടുതൽ വീടിനകത്ത് ചൂട് അനുഭവപ്പെടുന്നത് ആർക്കാണെന്നറിയാം? പാചകം ചെയ്യുന്നവർക്ക് അല്ലേ. ഫാൻ ഉപയോഗിക്കാൻ പറ്റില്ല, ആകെ ജനൽ മാത്രം. ജനലെല്ലാം കൂടെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ അടുപ്പാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്യാസൊക്കെ ആണെങ്കിൽ ആ കാറ്റ് കൊണ്ട് ചിലപ്പോൾ ഓഫായിപ്പോവും അല്ലേ. അപ്പം പാചകത്തിൻ്റെ ചൂട്, അടുപ്പിൻ്റെ ചൂട്, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും പാചകം ചെയ്യുന്നവരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് അല്ലേ. അപ്പോഴായിരിക്കും കുട്ടികളാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെടുത്തതല്ല, ഇതെന്തെടുത്തതാണ്, അല്ല ഹസ്ബൻഡ് അവിടെ നിന്നുണ്ട് വെള്ളം എടുത്തുകൊണ്ട് വാ, അല്ലെങ്കിൽ വീട്ടിലുള്ളവരാരെങ്കിലും കുറേ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നേ, അപ്പോൾ അതുകൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അടുത്തത് വേറെ എന്തെങ്കിലും ആയിരിക്കും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ആകെ മനുഷ്യൻ നിൽക്കാനും ഇരിക്കാൻ എങ്ങനെങ്കിലും ജോലി തീർത്തിട്ട് മാറാമെന്ന് വിചാരിക്കുമ്പോൾ ആളുകളെല്ലാം കൂടെ ഇത് എന്ന് പറഞ്ഞിട്ട് ശല്യം ചെയ്യുവാന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം തോന്നും. ദേഷ്യം തോന്നുന്നത് സ്വാഭാവികമാണ്. അതാണ് ഈ വേനൽക്കാലത്തിൻ്റെ മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. നമുക്ക് അതിനൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം നന്നായിട്ട് നടക്കും ഇല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു തളർച്ചയും ക്ഷീണവും ഒക്കെ എല്ലാവർക്കും കാണും. ആ ക്ഷീണമൊക്കെ നമ്മൾ ദേഷ്യമായിട്ട് നമുക്ക് വരും. ചില സമയത്ത് അങ്ങ് സങ്കടവും തോന്നും അല്ലേ, എന്ത് ചൂട്. അപ്പം അതൊക്കെ തണുപ്പിക്കാനായിട്ട് എന്ത് ചെയ്യുക? പുറത്തേക്ക് പോകുന്നവർ വെള്ളം കരുതുക. ഒപ്പം പൈസയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക. ഈ പാചകം ചെയ്യുന്നവർക്കൊരു പ്രത്യേക പരിഗണന ഈ കാലയളവിൽ നൽകണം. ആവശ്യമില്ല ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കേട്ടോ. നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക. പാചകം ഒരു കലയാണെന്ന് പറഞ്ഞാലും ഇച്ചിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഓക്കെ, ലൈക്ക്, ഷെയർ, കമൻസ്, സബ്സ്ക്രൈബ്.